പക്ഷേ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാലം വരുമോ? എന്താ അങ്ങനെ ചോദിക്കാൻ? അതായത് ഖത്തർ വിഷയത്തില് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. ഖത്തറിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ട് അത്താഴ വിരുന്ന് നടത്തുന്ന ഒരു കാര്യം ഞാനും കൂടി സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ്. ഈ തീവ്രവാദികളെ, അതായത് ഭീകരവാദം പോറ്റി വളർത്തുന്നതിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇസ്രായേൽ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടായത് ഈ ഇരട്ടത്താപ്പ് കൂടിയല്ലേ, അതുകൊണ്ടല്ലേ ഇസ്രായേൽ ഈ ഘട്ടത്തിലൊക്കെ അമേരിക്ക പറയുമ്പോഴും അതൊന്നും കേൾക്കാതെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ ദോഹയിലേക്ക് പോലും തിരിച്ചടിയൊക്കെ നടത്തിയത്. അതെ, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ആക്രമണത്തിന്. ഒന്നാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ക്യാമ്പുകളുള്ള ഒരു നാടാണ് ഖത്തർ. അപ്പോൾ ഖത്തറിന് നേരെ ഒരു ആക്രമണം അമേരിക്കയോട് ചോദിക്കാതെ, അറിയിക്കുക പോലും ചെയ്യാതെ നടത്തി എന്ന് പറഞ്ഞ അർത്ഥം അത് അമേരിക്കക്ക് നേരെ തന്നെയുള്ള ഒരു ആക്രമണമാണ്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു ഏറ്റുമുട്ടുന്നത് കാണേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പോഴത്തെ പുതിയ ലോക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തീവ്രവാദികളെ പോറ്റി വളർത്തുന്നതിൽ അമേരിക്കയ്ക്ക് ലോകത്തിൽ ഇന്നും പങ്കുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് കൂടി താല്പര്യമുണ്ടെന്ന് തോന്നിക്കുന്ന മട്ടിൽ ഹമാസ് തീവ്രവാദികളെ സംരക്ഷിച്ച് നിർത്തിയത് ഖത്തറാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ ഈ വെടിനിർത്തൽ ചർച്ച തുടർന്നുകൊണ്ടേ, പ്രഹസനം പോലെ തുടർന്നുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും അറബ് രാജ്യം ഇസ്രായേലിനെ എതിരായി ഏതെങ്കിലും ശത്രുക്കളെ അടച്ചിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, അതെല്ലാവർക്കും ഒരു പാഠമാണ്. രണ്ട്, അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഖത്തർ. ആ ഖത്തർ ഒരേ സമയം രണ്ടു കൂട്ടരെയും, അമേരിക്കയെയും ചേർത്ത് പിടിക്കും, ഇസ്ലാമിക ഭീകരവാദികളെയും ചേർത്ത് വിളിക്കും. പ്രത്യക്ഷത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം നയിക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം നയിക്കുന്ന അമേരിക്കയെയും ഖത്തറിന് വേണം, ഭീകരവാദികളെയും വേണം ഖത്തറിന്. ഈ വൈരുദ്ധ്യം ഇതുവരെ വെളിച്ചത്ത് വന്നിരുന്നില്ല. അതിപ്പോൾ ഏറെക്കുറെ ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ അത് ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇത്ര പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ ബില്ലാദിനെ പോറ്റിയ കാലത്ത് അതുണ്ടായിരുന്നു, ISIയുമായിട്ടുള്ള ബന്ധത്തിൽ അതുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിലിപ്പോൾ ഹമാസിനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ പുതിയ ലോകക്രമം അനുസരിച്ച് ഹമാസിനെ പോറ്റുന്നതിൽ പലതരത്തിലുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഒരിക്കൽ കൈപൊള്ളിയിട്ടുള്ളതല്ലേ, ഒരിക്കലല്ല പലതവണ കൈപൊള്ളിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ ഭീകരവാദികളെയൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട്. പക്ഷെ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെ, കൈപൊള്ളുക മാത്രമല്ല, അവർക്ക് നെഞ്ച് തന്നെ പൊള്ളിയതല്ലേ. അതെ, അവര് പരിശീലനം കൊടുത്ത് റിക്രൂട്ട് ചെയ്ത് ആയുധങ്ങൾ കൊടുത്ത് പടച്ചു വിട്ടതാണ് ബിൻലാദനെയും കൂട്ടരെയും. അവരാണ് അന്നത്തെ ഈ അഫ്ഗാൻ തീവ്രവാദികളെ സഹായിക്കാൻ, താലിബാനെ സഹായിക്കാൻ അങ്ങോട്ട് പോയത്. അൽഖായിദയും താലിബാനും ചേർന്നിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് സോവിയറ്റ് യൂണിയനെ നേരിട്ടത്. ആ പോരാട്ടം വിജയം കണ്ടു. ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ അൽഖായിദക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് അവരുടെ പണിയെടുത്തു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ ഇസ്ലാമിക വിരുദ്ധ രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ നശിപ്പിക്കാൻ അമേരിക്കയുടെ പിന്തുണ അവർ തേടി. അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്നും ബായി ആയിട്ട് അവർ നിലനിർത്തൂല. അത് കഴിഞ്ഞാൽ മുതലാളിത്ത രാജ്യമായ അമേരിക്കയും ഇവിടെ ശത്രുവാണ്. കാരണം അവരുടെ കണക്കിൽ അമേരിക്ക ക്രിസ്തു രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യം പോലെ ക്രിസ്തു രാജ്യവും ഇസ്ലാമിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് അമേരിക്കയെ ശത്രുവായി പ്രഖ്യാപിച്ചു, അമേരിക്കയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ പെൻറ്റഗൺ ആക്രമിച്ചത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പഠിക്കേണ്ടതായിരുന്നു. 3000-ഓളം അമേരിക്കക്കാരെയാണ്, ചില്ലറക്കാരെയല്ല, 3000-ഓളം അമേരിക്കൻ പൗരന്മാരെയാണ് അന്ന് കൊന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർ പഠിച്ചില്ല. അവർ കുറച്ചു കാലത്തേക്ക് ഭീകരവിരുദ്ധ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം മുഴുവൻ വലിയ കൊള്ളക്കം ഉണ്ടാക്കി നടന്നു. തീർച്ചയായിട്ടും ബിൻലാദനെ അവർ ഉള്ളെടുത്തിട്ട് കൊണ്ടുപോയി പിടിച്ചു, ബിൻലാദനെ വകവരുത്തി, ബിൻലാദനെ മൃതദേഹം പോലും കണ്ടു കിട്ടാത്ത വിധം, ഇനി ബിൻലാദൻ അന്തി ഉറങ്ങുന്നത് എവിടെയെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം നടുക്കടൽ കൊണ്ടുപോയി താഴ്ത്തിയല്ലോ അവർ ആ ഡെഡ് ബോഡി. അപ്പോൾ അതൊക്കെ ചെയ്തു. പക്ഷേ അവിടം കൊണ്ടൊന്നും ഇവർ പാഠം പഠിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് അടുത്ത ബിൻലാദനെ ആവശ്യമുണ്ടായിരുന്നു. എന്തിന്? സോവിയറ്റ് യൂണിയനെ തകർക്കാൻ. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ
ബിൻ ലാദൻ തിരിച്ചടിച്ചു, അപ്പോൾ ബിൻ ലാദനെ ഫിനിഷ് ചെയ്തു. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്, ഹമാസിനെ ആവശ്യമുണ്ട്, ISI ആവശ്യമുണ്ട്, ISനെ ചില രാജ്യങ്ങളിലേക്ക് ആവശ്യമുണ്ട്, അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിക്കുന്നുണ്ട്. ഹമാസിനെ ആവശ്യമുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഹമാസിനെ എന്ന് ചോദിച്ചാൽ, അമേരിക്കയെ കൂടി വകവെക്കാത്ത മട്ടിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാലത്ത് അമേരിക്കയെ ഇസ്രായേലിന് ആവശ്യമുണ്ടായിരുന്നു. അവർ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് വളർന്നത്, പിച്ച വെച്ചത് അങ്ങനെയാണ്. പക്ഷേ അവർ ഡെഡിക്കേഷനോട് കൂടിയിട്ട്, അവർ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോയപ്പോൾ അമേരിക്ക ദയനീയാവസ്ഥയിലേക്ക് പോയതാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അമേരിക്കയുടെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ സമയത്ത് ഇസ്രായേലിനെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇസ്രായേൽ അമേരിക്കയും കടന്ന് മുന്നോട്ട് പോകുമെന്ന അവസ്ഥയുണ്ട്. അത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക ലോകത്തിന് മുമ്പിൽ ലോക പോലീസ് ചമയാൻ വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങളൊന്നും ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല. ഇസ്രായേലിനോട് വെടിനിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയില്ല, ഇസ്രായേലിനോട് ഒപ്പിടാൻ പറഞ്ഞ കരാറുകളിലൊന്നും ഒപ്പിട്ടില്ല. ഈ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഇനി സാധ്യമല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. രണ്ട് രാഷ്ട്രങ്ങളുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫോർമുല അല്ല, അത് പുതിയ ഫോർമുല അല്ല, പഴയതാണ്. അത് അമേരിക്ക മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ഫോർമുലയാണ്. ആ ഫോർമുല പക്ഷേ അന്ന് അംഗീകരിക്കാതെ പോയത് അറബ് രാജ്യങ്ങളാണ്. ഇന്നിപ്പോൾ ഇസ്രായേലും അംഗീകരിക്കുന്നത്. ഇന്ന് ഇസ്രായേലും അംഗീകരിക്കില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്. 10-75 കൊല്ലം എത്ര ഈ ജോർഡാൻ നദിയിലൂടെ എത്ര വെള്ളം ഒലിച്ചുപോയി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അമേരിക്കയെ ഇപ്പോൾ ലോകം ഏതാണ്ട് വളഞ്ഞിട്ട് ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പേര് നിൽക്കും? ഇപ്പോൾ അമേരിക്ക ഈ പറഞ്ഞ സഖ്യത്തിലൊക്കെ ഉണ്ടല്ലോ, നാറ്റോ സഖ്യത്തിലുണ്ട്. പക്ഷേ അവിടെയും തിരിച്ചടിയാണ്. അവരും അമേരിക്കക്കെതിരാണ്. ഇസ്രായേൽ അമേരിക്കക്കെതിരാണ്. കാനഡ അമേരിക്കയുമായി അത്ര സുഖത്തിലല്ല. ഫ്രാൻസ് പരസ്യമായി എതിരാണ്. ബ്രിട്ടൻ പണ്ടേ എതിരാണ്. പിന്നെ അമേരിക്ക ഭയപ്പെടുത്തി നിർത്തിയിരുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ കൊച്ചു രാജ്യങ്ങൾ. ആ രാജ്യങ്ങളും ഇപ്പോൾ എതിരാണ്. മാത്രമല്ല ഇവർക്കൊക്കെ തമ്മിൽ, അമേരിക്കൻ വിരുദ്ധമായ രാജ്യങ്ങൾക്കൊക്കെ തമ്മിൽ പണ്ടുണ്ടായിരുന്നത് പോലൊരു കോർഡിനേഷൻ വരുന്നുണ്ട്. പണ്ട് സോവിയറ്റ് യൂണിയനാണ് ആ കോർഡിനേഷന് നേതൃത്വം നൽകിയതെങ്കിൽ ഇപ്പോൾ ഈ വേറൊരു പുതിയ ചേരി ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ചൈന അതിലുണ്ട്, റഷ്യ അതിലുണ്ട്. ഇതിനൊക്കെ സമാധാനപൂർവ്വം കൊണ്ടുപോകാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യയുണ്ട്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഈ സാങ്കേതിക വിജയത്തിൽ മുന്നിൽ നിൽക്കുന്ന ജപ്പാനുണ്ട്. ആ ശക്തികളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് ഇസ്രായേൽ കൂടി ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വരുന്ന നടപടിയാണ് ഇപ്പോൾ കണ്ടത്. ഇസ്രായേൽ പോയി ഖത്തറിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അമേരിക്കയ്ക്ക് തിരിച്ച് ഇസ്രായേലിൻ്റെ ഒന്നും നേർക്കുനേരെ നോക്കാൻ പോലുള്ള കെൽപ്പ് ഇപ്പോൾ ഇല്ല. അമേരിക്ക അത്ര വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന വാണിംഗ് എല്ലാം കൊടുക്കുന്ന ട്രംപിന് നെതന്യാഹുവിന് നേരെ മിണ്ടിയിട്ടില്ല, അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അമേരിക്ക കക്ഷത്ത് വെച്ച് വളർത്തിയെടുത്ത കുഞ്ഞാണ് ശരിക്കും നെതന്യാഹു, ഇസ്രായേൽ. ആ ഇസ്രായേലും എതിരാണെങ്കിൽ ഇനി ആരുണ്ട് അമേരിക്കയെ പോറ്റാൻ, അമേരിക്കയെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് കീഴടങ്ങാൻ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഒരു നീതിയാണ്. അമേരിക്ക ആരെയൊക്കെ ഭയപ്പെടുത്തിയോ, ആരെയൊക്കെ ആക്രമിച്ചുവോ, എവിടെയൊക്കെ യുദ്ധമുണ്ടാക്കിയോ, എത്ര നിരപരാധികളുടെ എത്ര രാജ്യങ്ങളിൽ ചോരപ്പുഴകൾ ഒഴുക്കിയോ, അപ്പോൾ അതിനൊക്കെയുള്ള ഒരു കാലം കാത്തുവെച്ച നീതി എന്ന് വേണം പറയാൻ. ഇസ്രായേൽ തന്നെ തിരിച്ചടിക്കാൻ, അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇസ്രായേൽ തന്നെ വരുന്നു എന്നത് കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.